പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, വീണ്ടും അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ തിരുവചനത്തിൻ്റെ മുമ്പിൽ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനങ്ങൾ കേൾക്കാനും ആ വചനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കാനും വേണ്ട വലിയ അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈ നിമിഷങ്ങളിൽ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, വചനത്തെ ഞങ്ങളിൽ മാംസം ധരിപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങൾക്കിടയാകാനായിട്ട് ശ്ലീഹന്മാരിൽ എന്ന പോലെ ഞങ്ങളിലും വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ശരീരത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവേ, നിൻ്റെ ദാസൻ, നിൻ്റെ ദാസി എന്ന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വന്ന് നിറയണമേ. അത്യുന്നത ശക്തിയെ ഞങ്ങളിൽ ആവസിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ മനോഹരമായ ഒരു സംഭവം കാണുന്നുണ്ട്. ജെറമ്യായോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞു, ജെറമ്യ, നീ പോയി ഒരു അരക്കച്ച വാങ്ങുക. എന്നിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയി യൂഫ്രട്ടീസ് നദീതീരത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുക. പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ. ദൈവം എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിച്ച് ചെയ്തവരാ. അതെന്തിനാണെന്നോ അത് നശിച്ചു പോകില്ല എന്നോ ഒന്നും അവർ ചോദിക്കാറില്ല. ഈ ജെറമ്യ ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ച് അരക്കച്ച വാങ്ങിച്ചു. അത് യൂഫ്രട്ടീസ് നദീതീരത്ത് ചെന്നു, മണ്ണ് മാന്തി അത് അവിടെ കുഴിച്ചിട്ടു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു. ദൈവം പറഞ്ഞു, ചെയ്തു, കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം ജെറമ്യയോട് പറഞ്ഞു, ജെറമ്യ, നീ പോയി അന്ന് കുഴിച്ചിട്ട ആ അരക്കച്ച മാന്തിയെടുക്കുക. അദ്ദേഹം അവിടെ ചെന്നു, മണ്ണ് മാന്തി അരക്കച്ച എടുത്തു. അപ്പോൾ അദ്ദേഹം കണ്ടു അരക്കച്ച ആകപ്പാടെ ജീർണിച്ചിരിക്കുന്നു. ആ അരക്കച്ച എടുത്തുകൊണ്ട് ജെറമ്യ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് ജെറമ്യയോട് പറയുകയാണ്, ജെറമ്യ, ഞാൻ നിന്നോട് അരുൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഈ അരക്കച്ചയ്ക്ക് ഇപ്പം എന്താ പറ്റിയേ? ആകപ്പാടെ ജീർണിച്ചു പോയിരിക്കുന്നു. എന്തുകൊണ്ട് ജീർണിച്ചു പോയി? അതിന് കാരണം എന്താണ്? അരക്കച്ചയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ അരക്കച്ച ചേർന്നിരിക്കേണ്ട ഒരു ഇടമുണ്ട്. അതെവിടെയാണ്? അരയോടെ ചേർന്നിരിക്കണ്ടേ. അരക്കച്ച അരയോട് ചേർന്നിരിക്കാതെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ അത് ഇതുപോലെ ജീർണിച്ചു പോകും. എന്നിട്ട് ദൈവമായ കർത്താവ് ജെറമ്യായോട് പറയുകയാണ്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ എൻ്റെ ജനം എന്നോട് ചേർന്നിരിക്കണം. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ജനം ആയിരിക്കേണ്ട ഇടത്തെക്കുറിച്ച്, ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് അതിമനോഹരമായിട്ട് പറയാൻ വേണ്ടി ദൈവം ഈ സംഭവത്തിലൂടെ ജെറമ്യായെ ഇതാ പഠിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന വലിയ കാര്യം ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണം. അതെങ്ങനെ? അതുപോലെ ചേർന്നിരിക്കണം. അതാണ് ഈശോ പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്തിൽ ഈശോ ഇതിനെ കുറേ കൂടി ആഴപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് പറയുന്നുണ്ട്, മുന്തിരിച്ചെടിയും ശാഖകളും. ഒരു മുന്തിരിച്ചെടിയാകുന്ന തൈത്തണ്ടിനോട് അതിൻ്റെ ശാഖ എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ എൻ്റെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ആ അധ്യായത്തിൽ നമ്മൾ എന്താ പറയുക, ആവർത്തിച്ച് പലവട്ടം ധ്യാനിച്ച് സ്വന്തമാക്കേണ്ട വലിയൊരു കാര്യം ഈശോ പറയുകയാണ്. ഈശോ പറയാണ്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ. നമ്മളൊന്ന് ധ്യാനിച്ചേ, എന്താണ് തൈത്തണ്ടിനോട് ശാഖ എങ്ങനെ ചേർന്ന് നിൽക്കുന്നത്? അതുപോലെ സോ ഇൻറ്റിമേറ്റ്, സോ ഡീപ്പ്, അതുപോലെ ആഴപ്പെടുത്തിയ ഒരു ബന്ധം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എന്നോടുണ്ടായിരിക്കണം. അതാണ് ഈശോ പറയുന്നത്. യോഹന്നാൻ 15:5 ഈശോ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈശോ വ്യക്തമാക്കി തരികയാണ്, എന്നെ കൂടാതെ, എന്നോട് തൈത്തണ്ടിനോട് അതിൻ്റെ ശാഖ എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ. നമുക്കറിയാം, ഒരു ശാഖ അത് വളരും തോറും, പൊങ്ങും തോറും, നീളും തോറും അത് അതിൻ്റെ തൈത്തണ്ടിനോടുള്ള ബന്ധം ആഴപ്പെടുത്തി ബലപ്പെടുത്തി ഉറപ്പിച്ചിട്ടേ പൊങ്ങത്തുള്ളൂ. അല്ലാതെ പൊങ്ങിയാലോ വളർന്നാലോ ഉയർന്നാലോ അത് വീണുപോകും.
ബന്ധമുറപ്പിക്കണം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട വലിയൊരു കാര്യമാണ്. പക്ഷെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ധാരാളം ഫലം പുറപ്പെടുവിക്കണം. എൻ്റെ പൗരോഹിത്യത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ, നിൻ്റെ പഠനത്തിൽ, നിൻ്റെ ദാമ്പത്യത്തിൽ, നിൻ്റെ ജോലിയിൽ, നിൻ്റെ ബിസിനസ്സിൽ, ഏതുമാകട്ടെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളൊക്കെ. ഈശോ പറയുകയാണ് അതിന് ഒറ്റ വഴിയുള്ളൂ, എന്നോട് ചേർന്ന് നിൽക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വളർച്ച ഉണ്ടാകണോ? അതുകൊണ്ട് തന്നെ ഓർത്ത് നോക്കിയേ, ഏത് കുടുംബം, ഏത് ശുശ്രൂഷ, ഏത് പൗരോഹിത്യം, ഏത് ദാമ്പത്യം, ഏത് പാരമ്പര്യം വളർന്നിട്ടുണ്ടോ, ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിലനിൽക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിലൊക്കെ ഒരു സത്യം നമുക്ക് ശരിക്കും ഇരുന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവനൊക്കെ അവളൊക്കെ ദൈവത്തോട്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ വളരും തോറും ബന്ധം ഉറപ്പിച്ച് ബലപ്പെടുത്തി വളർന്നതാ കുടുംബ പാരമ്പര്യ തലമുറ ജീവിതമാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഈശോ പറഞ്ഞ ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈശോ വീണ്ടും പറയുന്നുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും, അത് ഉണങ്ങിപ്പോകും, അതൊന്നിനും കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടും. ഇന്ന് പല ജീവിതങ്ങളെയും അച്ഛൻ കണ്ടിട്ടുണ്ട്. വഴിതെറ്റിപ്പോയ ജീവിതങ്ങൾ, ഗുണ്ടാസംഘത്തിൽപ്പെട്ട് നശിച്ചുപോയ മക്കൾ, തൻ്റെ സ്നേഹബന്ധത്തിൽ കുടുങ്ങി തകർന്നുപോയ മക്കൾ, ചില മാധ്യമങ്ങളുടെ അടിമത്തത്തിൽപ്പെട്ട് ദുശീലങ്ങളിൽപ്പെട്ട് വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കൾ പല മേഖലകളിൽ, പല അവസ്ഥകളിൽ കണ്ടിട്ടുണ്ട്. പൗരോഹിത്യം തകർന്നുപോയ മക്കൾ, സമർപ്പണ ജീവിതം തകർന്നുപോയ ജീവിതങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. എന്താ പറ്റിയ പ്രിയപ്പെട്ട മക്കളെ? നമ്മളിത് പഠിക്കണം. നമുക്ക് ജീവിക്കാൻ, നമുക്ക് വളരാൻ ഒറ്റ സ്ഥലമുള്ളൂ. ഈശോ പറഞ്ഞില്ലേ, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ എൻ്റെ ജനം എന്നോട് ചേർന്നിരിക്കണം. തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ എൻ്റെ മക്കൾ എന്നോട് ചേർന്നിരിക്കണം. ഇന്ന് അത് മാറിയിട്ട് വേറെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പല ബന്ധങ്ങളിൽ, പല ശീലങ്ങളിൽ, പല സുഖഭോഗങ്ങളിൽ, പല ലോകത്തിൻ്റെ ജഡത്തിൻ്റെ കാര്യങ്ങളിൽ, സാത്താൻ്റെതായ പല കാര്യങ്ങളിലും കൊണ്ടുപോയി ഇട്ടിരിക്കുക. അവിടെ ജീർണിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ദൈവത്തോട് ചേർന്നിരിക്കുന്നതൊന്നും ഉണങ്ങിപ്പോകത്തില്ല. അത് വളരും, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഇന്ന് ഈ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓരോരുത്തരും കുത്തി ഇരുന്നിട്ടെന്ന പോലെ പഠിക്കണം. എൻ്റെ വളർച്ച, എൻ്റെ മക്കളുടെ വളർച്ച, എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ച, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ പൗരോഹിത്യം, എൻ്റെ സമർപ്പണ ജീവിതം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതമാണോ? കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി വേദനയോടെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടി. അപ്പം സംഭവം ഇതാണ്, ആ മകൻ എൻജിനീയറിങ് കഴിഞ്ഞ് രാജസ്ഥാനിൽ ഹയർ സ്റ്റഡീസിന് സ്കോളർഷിപ്പ് കിട്ടിപ്പോയ പയ്യനാണ്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കൊച്ചനവൻ. അവന് ബുദ്ധിയുണ്ട്. ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, കേട്ടാൽ മതി, വായിച്ചാൽ മതി, ബൈഹാർട്ടാവും. പരീക്ഷ കൃത്യം എഴുതും. അവൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് പറയുക 99+. അതാണ് അവൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. നല്ല മാർക്ക് അവന് ദൈവം കനിഞ്ഞു നൽകി. അത്ര ബുദ്ധി, ഓർമ്മശക്തി. ഈ മകൻ ഇന്ന് ആകപ്പാടെ രാജസ്ഥാനിൽ നിന്ന് അവൻ്റെ അപ്പനും ചേട്ടനും കൂടി കൊണ്ടുവരാൻ പോയേക്കാൻ നമ്മ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഡ്രഗിനടിമപ്പെട്ട് ആകപ്പാടെ തകർന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെട്ട് അവന് ദയനീയമായ അവസ്ഥയിൽ ഒന്നുകിൽ എയർ ആംബുലൻസ് അല്ലെങ്കിൽ റോഡ് ആംബുലൻസ് വഴി കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ പോയിരിക്കണേ. അങ്ങനെ കൊണ്ടുവരണം, അതാണ് അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ചോദിച്ചു ഈ അമ്മയോട്, ഈ മോന് ഈശോയായിട്ടുള്ള ബന്ധമുണ്ടോ? ക്രിസ്ത്യാനി പയ്യനാ, പ്രാർത്ഥനയുണ്ടോ, കൂദാശകളുണ്ടോ? അപ്പോൾ ഈ അമ്മച്ചി പറയുക, ഇവൻ എപ്പോഴും പറയും, എനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പ്രാർത്ഥിക്കുക. എന്തിനാവശ്യം? എനിക്ക് എന്താ ആവശ്യം പ്രാർത്ഥിക്കേണ്ടേ? എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് മാർക്കുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കെന്തിൻ്റെ കുറവ്? പിന്നെ ഞാനെന്തിനാ പ്രാർത്ഥിക്കണേ? ഇന്ന് പലരുടെയും ഒരു ചിന്തയുണ്ട്, എന്തിനാ പ്രാർത്ഥിക്കണേ? ഇന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ച് കിട്ടാൻ വേണ്ടി എന്നുള്ളതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രാർത്ഥന അതല്ല. പ്രാർത്ഥന എന്താണ്? എൻ്റെ ദൈവത്തിൽ എനിക്ക് ആഴപ്പെടാൻ, എൻ്റെ ദൈവത്തിൽ എനിക്ക് വളരാൻ, എൻ്റെ ദൈവത്തോട് ഐക്യപ്പെടാൻ, എൻ്റെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ ദൈവത്തിൽ ഞാനും എൻ്റെ ഈശോയും ഒന്നായിട്ട് തീരണം. അതാ പ്രാർത്ഥന. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടേ.
ഈ ചിന്ത വിട്ടിട്ട് ഇന്ന് പ്രാർത്ഥനയെ ദൈവത്തെ കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള ഒരു മാധ്യമമാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ടോ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ വന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം പോയി. ഈ പയ്യന് കുമ്പസാരമില്ല. അവൻ പറയായിരുന്നു എനിക്കൊരാവശ്യമില്ല. ഞാൻ ഓർക്കാണ് ഈ പയ്യൻ പ്രാർത്ഥിക്കണം. എന്തിനാ? ഒന്നാമത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതുമാത്രം അനുഗ്രഹങ്ങൾ ആ പയ്യന് ഈശോ കൊടുത്തേ. നല്ല ബുദ്ധിശക്തി, നല്ല ആരോഗ്യം, പഠിക്കാൻ സാഹചര്യം, നല്ല കുടുംബം എല്ലാം നൽകി, എല്ലാ അറിവും നൽകി. ഇത് ഓർത്ത് നന്ദി പറയേണ്ടത് നമ്മുടെ ആരുടെയെങ്കിലും കഴിവാണോ ഇതൊക്കെ? അല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആ പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗമാണ് നന്ദി പറയൽ. ഇന്ന് നമ്മൾ ഓർത്തേക്ക് നമ്മൾ നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഈ ജീവിതത്തെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, സംസാര ശക്തിയെ ഓർത്ത്, ഈ കാഴ്ച ശക്തിയെ ഓർത്ത്, കേൾവി ശക്തി, ഇതൊന്നും നമ്മുടെ അനുഗ്രഹമൊന്നുമല്ല, നമ്മുടെ കഴിവൊന്നുമില്ല. അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം അതിനെയൊക്കെ ഓർത്ത് നന്ദി പറയൽ പ്രാർത്ഥനയുടെ വലിയൊരു മേഖലയാണ്. ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ നമുക്ക് സമയമില്ലാത്ത അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇതിലൊക്കെ ദൈവത്തിലേക്ക് അടുക്കണം. ഈ പയ്യൻ ആകെപ്പാടെ തകർന്ന് ഇന്നും ആ പയ്യൻ ട്രീറ്റ്മെൻറ്റിൽ പഠനം മുടങ്ങി ആകെപ്പാടെ തകർന്ന് വേദനിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടൊന്നുമില്ല. പിന്നെന്തുകൊണ്ടെന്നറിയോ? അങ്ങനെയല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെ പറയാനുണ്ട്, ഒരു മത്സ്യത്തിന് വെള്ളത്തിൽ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത പോലെ മനുഷ്യന് ദൈവത്തിൽ അല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അതവൻ്റെ അവസ്ഥയത്. അതൊരു മാനുഫാക്ചറിങ് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മത്സ്യത്തിന് വെള്ളത്തിലേ ജീവിക്കാൻ പറ്റും. അതൊരു മാനുഫാക്ചറിങ് ഒരു സെറ്റപ്പാണത്. അതങ്ങനെയാണ്. അതിന് പ്രത്യേകിച്ച് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താ കരയിൽ ജീവിച്ചാൽ അങ്ങനെ നമ്മൾ ചോദിക്കില്ല എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് ദൈവത്തിലേ ജീവിക്കാൻ പറ്റൂ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു തൻ്റെ മക്കൾ തന്നോട് ചേർന്നിരിക്കണം. ഈശോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 14 തിരുവചനത്തിൽ സ്ലീഹന്മാരെ വിളിക്കുന്നതിന് വേണ്ടിയാ തന്നോട് കൂടെ ആയിരിക്കാൻ. ഇന്ന് ചിലപ്പോഴെങ്കിലും അച്ഛന് തോന്നിപ്പോയിട്ടുണ്ട്, നമ്മളൊക്കെ പല രീതിയിൽ വിളിക്കപ്പെട്ടവരാ. ഇപ്പോൾ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർ ദൈവം വിളിച്ചതാ. എന്നെ പൗരോഹിത്യത്തിലേക്ക് ദൈവം വിളിച്ചതാ. അത് ഞാൻ എന്തെങ്കിലും പോയി ചെയ്യാൻ വേണ്ടിയല്ല. പിന്നെ തന്നോട് കൂടെ ആയിരിക്കാൻ, ദൈവത്തോട് ഫസ്റ്റിംഗ്, എൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നീ കുടുംബജീവിതത്തിലാണേലും, നീ ഒരു ജോലിയിലാണേലും, ബിസിനസ്സിലാണേലും, ദാമ്പത്യത്തിലാണേലും, അല്ലെങ്കിൽ എൻ്റെ പൗരോഹിത്യത്തിൽ ശുശ്രൂഷയിലാണേലും, എന്തിലാണേലും ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അതാണ് മാർക്കോസ് 3:14 ശിഷ്യന്മാരെ തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി വിളിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്തുമാത്രം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കേണ്ടത്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, നിൻ്റെ കുടുംബ ജീവിതത്തിൽ, എന്തുമാകട്ടെ നമ്മുടെയൊക്കെ ജീവിതാന്തസ് അവസ്ഥ, എത്രമാത്രം ദൈവത്തോട് കൂടെ നീ ആയിരിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വചനത്തിൽ മർത്തായോട് പറയുന്ന കാര്യമുണ്ട്. മർത്തായോട് പറയാ, മർത്ത നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ, പലവിധ കാര്യങ്ങൾ വ്യഗ്രചിത്തയാ. ഇന്ന് പല പ്രശ്നങ്ങളും തകർച്ചകളും അടികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പല മേഖലകളിൽ. അതിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണോ അതോ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരാണോ? ഈശോ പറയാ, ഒന്ന് മാത്രം ആവശ്യമുള്ളൂ നിൻ്റെ വിളിയിൽ. എന്താണ്? മറിയം തിരഞ്ഞെടുത്തത് എന്താണ്? തമ്പുരാൻ്റെ കൂടെ ഇരുന്ന്, തമ്പുരാൻ്റെ പാദാന്തികത്തിലിരുന്ന്, തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട്, ആ വചനങ്ങൾ കേട്ട് ദൈവത്തെ സ്വന്തമാക്കിയിരിക്കുന്ന അവസ്ഥ. അതാണ് വേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളിന്ന് ആയിരിക്കുന്ന ഓരോ മേഖലകളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ കുത്തിയിരുന്ന ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയുണ്ട്. എൻ്റെ ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചുവോ, എൻ്റെ ദൈവം എന്നെ എങ്ങനെ വളർത്താൻ ആഗ്രഹിച്ചുവോ അതനുസരിച്ച് ഞാൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ വസിക്കുന്ന, ദൈവത്തെ മാത്രം ധ്യാനിച്ച് ദൈവത്തിൽ ഒന്നായിരിക്കുന്ന ജീവിതമാണോ എൻ്റെ ജീവിതമെന്ന് ഞാനും നമ്മൾ ഓരോരുത്തരും ഇരുന്ന് പഠിക്കണം. സങ്കീർത്തനം 73:25
സങ്കീർത്തകനായ ദാവീദിനെ നമുക്കറിയാം. ദൈവത്തോട് അതുപോലെ ചേർന്നിരിക്കുന്നവൻ, കർത്താവിനെ ചേർത്ത് പിടിച്ചവൻ, കർത്താവിൻ്റെ ഇടയനാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ ഏറ്റുപറഞ്ഞവൻ, കർത്താവിൻ്റെ കൂടെ വസിക്കാൻ ആഗ്രഹിച്ച ആ ദാവീദ് പറയാണ്, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ കർത്താവാണ് എൻ്റെ ബലം എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പ്രഘോഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധം നമ്മൾ ആഴപ്പെടുത്തണം. എൻ്റെ കർത്താവ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മോന. ആ ഒരു ബന്ധം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ തൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥനയുണ്ട്. അത് ഈശോയുടെ മനസ്സാ, ഈശോയുടെ ഹിതമാണ് ഈശോ വച്ച് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ ലോകത്തിലാണ്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കണേ, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റാൻ ഒന്നും ഇടയാക്കാത്ത വിധം എൻ്റെ മക്കളെ കാത്തുകൊള്ളണം. എന്നിട്ട് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കണത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണം. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം, ഈശോയുടെ വലിയ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മിൽ ഒന്നായിരിക്കണം എന്നുള്ളത്. കാരണം ഈശോയ്ക്കറിയാം, ഈശോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു വലിയൊരു ദാഹം ജനിക്കണം. എന്തിനു വേണ്ടി എൻ്റെ ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറി? എൻ്റെ ഉള്ളിൽ വസിക്കാൻ. എന്തിനു വേണ്ടി? എനിക്ക് എൻ്റെ ഈശോയെ കൂടാതെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ ഈശോ തന്നെ തൻ്റെ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ എനിക്ക് നൽകി. അത് ഞാൻ അറിയുമ്പോൾ എൻ്റെ ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്ന് ഞാൻ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കും, ഞാൻ ബലിയർപ്പിക്കും, എൻ്റെ ഈശോയെ സ്വീകരിക്കും. എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനും കർത്താവുമായിട്ട് ഞാൻ വാഴിക്കും. ഈ ഒരു ബന്ധം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ ഒരു ബന്ധം പല മേഖലകളിലും നോക്കിക്കണ്ട് ധ്യാനിച്ച് പരിശോധിച്ച അവസ്ഥയെന്ന് പറയാം. ഈ ഒരു ബന്ധത്തിൽ നമ്മുടെ പല മേഖലകളിലും നമുക്ക് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, കൗദാശിക ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ഈ ഒരു ബന്ധത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ചങ്കത്ത് കൈവച്ച് നമ്മൾ പറയണം, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറിയിട്ട് കർത്താവിലേക്ക് തിരിയാനുള്ള ഒരു വലിയ വിളിയുണ്ട്. വിശുദ്ധ അൽഫോൺസസ് ലിഗോരി പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ യാതൊന്നും കൊണ്ടും തൃപ്തി വരാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. വലിയൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിൽ എന്തൊക്കെ കിട്ടിയാലും അവനൊരിക്കലും തൃപ്തി വരില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ലോകത്തിലെ സമ്പത്ത് കിട്ടി, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ കിട്ടി, ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും കിട്ടി, എല്ലാ സൗകര്യങ്ങളും കിട്ടി, എല്ലാം കിട്ടിയാലും അവന് സംതൃപ്തി വരില്ല. അതാണ് അവൻ്റെ സെറ്റപ്പ്, അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യവാളൻ വലിയൊരു വചനത്തിൻ്റെ അഭിഷേക ശക്തിയിൽ റോമ 13:13 അഭിഷേക ശക്തിയിൽ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവൻ എന്ന് പറഞ്ഞ് എല്ലാം വിട്ടുപേക്ഷിച്ച് കർത്താവിനെ ധരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംതൃപ്തിയിൽ നിന്ന് അഗസ്തീനോസ് ലോകത്തോട് വിളിച്ച് പ്രഘോഷിക്കുന്ന ഒരു വലിയൊരു ഏറ്റുപറച്ചിലുണ്ട്, ഒരു വലിയ പ്രഘോഷണമുണ്ട്. അദ്ദേഹം പറയാ, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഒരു വലിയ സത്യം, മനുഷ്യനെ സംബന്ധിച്ചുള്ള വലിയൊരു സത്യം, സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് സത്യത്തിൽ ഇരുന്ന് പഠിച്ചിട്ട് വലിയ പണ്ഡിതനായ അറിവുള്ള പ്രൊഫസറായ വലിയ മനുഷ്യൻ പറയാണ്, ദൈവമേ, നീ എന്നെ നിനക്കായിട്ട് സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. അതുതന്നെ അൽഫോൺസസ് ലിഗോരിയും പറയുന്നത്, ഈ ലോകത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും മതി വരാത്ത ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെ പോകുന്നതോ അറിയത്തില്ല. ഇന്ന് ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത പോലെയാണ് നമ്മളൊക്കെ പലപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അറിയണം, നമുക്ക് കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതറിഞ്ഞ പൗലോസ്ലീഹ
ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയാലോ. ലാഭമായിരുന്ന പല കാര്യങ്ങളുണ്ട്. ഫരിസേയനാണ്, പണ്ഡിതനാണ്, റോമാ പൗരനാണ്, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നേട്ടം, ലാഭം എന്ന് പറയാൻ. ഇതെല്ലാം അദ്ദേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയും ക്രിസ്തുവിനോട് ഒന്നായിട്ട് കാണപ്പെടാൻ വേണ്ടിയും, അതാ വലിയ കാര്യം, ക്രിസ്തുവിനോട് ഒന്നായിട്ട് കാണപ്പെടാൻ വേണ്ടി അതൊക്കെ ഉച്ചിഷ്ടം പോലെ കരുതി നഷ്ടമായിട്ട് കണക്കാക്കി എന്നിട്ട് പറയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഗലാത്യർ 2:20 ഈ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വചനത്തിൽ ഈ അനുഭവത്തിൽ നിന്ന് സമർപ്പിച്ച് ജീവിതം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ കൃപകളെക്കുറിച്ച്, ധാരാളം ഫലങ്ങളെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞിട്ട് പൗലോസ്ലീഹ ഏറ്റു പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാല, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ ശക്തിയാലല്ല, ദൈവകൃപയാലാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാ, എന്നിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവകൃപ വൃഥാവിലായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എന്നാൽ അതൊന്നും ഞാനല്ലട്ടോ, എന്നിലുള്ള ദൈവകൃപയാണ്, ഞാനല്ല. ദൈവത്തോട് അതുപോലെ ചേർന്ന് നിന്ന പൗലോസ്ലീഹ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിലും തൻ്റെ മക്കൾക്ക് നൽകുവാൻ ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ അഭിഷേകം നമുക്ക് നിറച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹായെ പോലെ ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്കും പറയാൻ പറ്റും, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. ഈ പ്രതികൂലങ്ങളെ തകർത്തെറിയാൻ, ഈ ശുശ്രൂഷയിലൂടെ അഭിഷേക ശുശ്രൂഷകൾ ചെയ്യാൻ, ഈ കുടുംബജീവിതം ജീവിക്കാൻ, ഈ പഠനം പഠിക്കാൻ എൻ്റെ കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവന് ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാണ്. ലൂക്ക 1:37, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളൊക്കെ, ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ കരവേലയാണ് നമ്മളൊക്കെ. ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം നമ്മിലൂടെ പൂർത്തീകരിക്കും. ഈശോ പറഞ്ഞ വചനങ്ങളൊന്നും വെറുതെ പറഞ്ഞതല്ല. സംഖ്യയുടെ പുസ്തകം 23:19 ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല, പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ, പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമോ? ദൈവം പറഞ്ഞു, എന്നോട് ചേർന്ന് നിന്നാൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും, അതുപോലെ ചേർന്ന് നിന്നാൽ പറഞ്ഞത് സംഭവിക്കും, ഞാനും നീയും ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, വലിയ ദാഹത്തോടെ നമുക്ക് നമ്മെ തന്നെ നമ്മുടെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള വലിയൊരു ആഗ്രഹം നമ്മിൽ ജനിക്കട്ടെ. തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ എൻ്റെ ഈശോയോട് ചേരാനുള്ള ഒരു വലിയൊരു ആർത്തി എന്നിലുണ്ടാകട്ടെ ദൈവമേ. തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈശോയിൽ നിന്ന് വളരും തോറും കൃപയ്ക്കുമേൽ കൃപയിൽ വളരാനുള്ള ഒരു വലിയൊരു ദാഹം എന്നിൽ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അരക്കച്ചരയോട് എന്ന പോലെ ഈശോയോട്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ ജീവിതവും മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. അങ്ങനെ നിന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മിലും നമ്മുടെ കുടുംബത്തിലും മക്കളിലും നിൻ്റെ സകലമാന ജീവിത മേഖലകളിലും സംഭവിക്കും ധാരാളം ഫലങ്ങൾ. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മക്കളെ അവിടുന്ന് അനന്തമായി സ്നേഹിക്കുന്നു. അങ്ങയോട് ചേർത്ത് നിർത്തി ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ദൈവിക പദ്ധതിയിൽ ഇതാ കർത്താവേ, നിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധമ്മയെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ. അതിനു വേണ്ട വലിയ കൃപയും ജ്ഞാനവും അറിവും തിരിച്ചറിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാനും ജഡിക സുഖങ്ങളുടെ പിന്നാലെ പോകാനും അങ്ങയോട് ചേർന്നിരിക്കേണ്ടതിന് പകരം വേറെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായിട്ട് ജീവിക്കുവാനുമൊക്കെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതൊന്നും കാര്യമില്ല, അതല്ല വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് അങ്ങ് ഞങ്ങളോട് ഈ തിരുവചനത്തിലൂടെ പറയുകയാണല്ലോ. മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുക. ഞങ്ങളോടും പറയുകയാണ് അങ്ങയോട് കൂടെ ആയിരിക്കാൻ. അങ്ങ് അതിനാ ഞങ്ങളെ വിളിച്ച് ഈ പൗരോഹിത്യത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, ഈ മനുഷ്യ ജീവിതത്തിലേക്ക് ഞങ്ങളെ വിളിച്ചത് അങ്ങയോട് കൂടെ ആയിരിക്കാനാണ്. അങ്ങയെ കൂടാതൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവേ. ഈ സത്യത്തിൻ്റെ തിരിച്ചറിവ് ഞങ്ങളിൽ നിറച്ച് യഥാർത്ഥമായ അങ്ങയുടെ മക്കളുടെ ജീവിതം ജീവിച്ച്
ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാലാഖമാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിന്ന് സംരക്ഷണം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.